ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഏത് തരം മിസൈലുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ സംഹാര താണ്ഡവം അല്ലെങ്കിൽ അതിൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ ഇന്ത്യൻ ഗവൺമെൻറ്റും സാധ്യമായ എല്ലാ വഴികളിലൂടെയും IAF ഇന്ത്യൻ എയർഫോഴ്സിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഒരു നവീകരണ ശ്രമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമത്താവളങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു തീരുമാനമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിനെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു രാജ്യത്തിലേക്ക് ആക്രമണത്തിന് ഒരു വ്യോമസേന വരുമ്പോൾ ആ വ്യോമസേനയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ആ രാജ്യത്തിലേക്ക് ആയുധങ്ങൾ വരാൻ അല്ലെങ്കിൽ ചരക്കുകൾ വരാൻ സാധിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ആയുധങ്ങൾ വരാൻ എയർപോർട്ടുകളുണ്ട്. ആ എയർപോർട്ടിലേക്ക് ആയുധങ്ങൾ വന്നിറങ്ങാതിരിക്കാൻ ആ രാജ്യത്തെ എയർപോർട്ടുകൾ തകർത്ത് കളയാം. ചരക്ക് വരാതിരിക്കാൻ, അതായത് കടലിലൂടെയും ആയുധങ്ങളും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും പലതും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചരക്ക് വരാതിരിക്കാൻ തുറമുഖങ്ങൾ നശിപ്പിച്ച് കളയുക. അതൊക്കെയാണ് വ്യോമസേനയുടെ പ്രധാനപ്പെട്ട പ്രിഫറൻസ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ 9 സൈനിക താവളങ്ങൾ നശിപ്പിച്ചപ്പോൾ 11 സൈനിക താവളങ്ങൾ നമ്മൾ നശിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. വേറൊരു രാജ്യത്തിന് പാകിസ്ഥാനെ സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അവർക്ക് വന്ന് ഇറങ്ങാൻ, അവരുടെ വ്യോമസേനയ്ക്ക് ഇറങ്ങാൻ അവിടെ എയർബേസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വ്യോമത്താവളങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകൾ നൽകാനായിട്ടുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുന്നത്. ഇന്ത്യൻ വ്യോമസേന പ്രധാനമായും പൃഥ്വി സീരീസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന, അതായത് DRDOയിൽ നിന്ന് പുതിയൊരു BM-04 SRBM എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയെന്ന് കേൾക്കുന്നു. ശത്രു വ്യോമത്താവളങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ, മൊബൈൽ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത സാങ്കേതികമായി നൂതനമായ കാൻസ്റ്ററൈസ് ചെയ്ത മിസൈലാണ് BM-04. 2025 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെ ഹൈദരാബാദിൽ നടക്കുന്ന വിജ്ഞാൻ വൈഭവ് പ്രതിരോധ പ്രദർശനങ്ങളിൽ ഈ മിസൈൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. 4000 മുതൽ 1500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് ശേഷികൾ BM-04 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ IAFൻ്റെ പരമ്പരാഗത പ്രതിരോധ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഈ മിസൈലിന് സാധിക്കും. ഇതിന് 30 മീറ്റർ വൃത്താകൃതിയിലുള്ള CEP ഉണ്ട്. ഇത് പൃഥ്വി, പ്രലയ് എന്നിവയെക്കാളും മികച്ചതാണ്. ഹൈദരാബാദിലെ ഗച്ചിബൗളി സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന BM-04 10.2 മീറ്റർ നീളവും 1.2 മീറ്റർ വ്യാസവും 11,500 കിലോമീറ്റർ ഭാരവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.